എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം കൊണ്ടൊരു 4 മണി പലഹാരമാണ്. ഇത് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ട ഈത്തപ്പഴം കുരുകളഞ്ഞ് വെക്കുന്നതാണ് ഞാനിത്. ഒരു പേക്ക് ഈത്തപ്പഴമാണ് ഞാനിതെടുത്തത്. ഇതിൻ്റെ കുരു പോക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാത്തിൻ്റെയും കുരു പോക്കി എടുക്കണം. ഇതുവരെ ഈ റെസിപ്പി ആരും ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോയെന്ന് അറിയില്ല, ഞാനിത് കണ്ടിട്ടില്ല. ഇനി നമുക്ക് ഇത് നമ്മുടെ ചെറിയ ജാറിലേക്കിട്ട്, പൊടിക്കുന്ന ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇത് തീർത്തും കറക്കിയെടുത്ത് വെച്ചതാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഇതിലേക്ക് ഞാൻ ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നല്ലവണ്ണം ഞെരടി കുഴച്ച് ചേർത്തെടുക്കാം. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം. എല്ലാവരും ഈത്തപ്പഴം മുക്കി പൊരിക്കുകയൊക്കെ ചെയ്താണ് കാണൽ. ഇത് ഞങ്ങളെപ്പോഴും റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഞങ്ങളെപ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളധികവും ഉണ്ടാക്കും. ഇത് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുത്ത് ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഷേപ്പ് ആക്കിയെടുക്കാം. ഉരുട്ടി കോട്ടി പോലെയാക്കുന്ന അങ്ങനെയാക്കാം, പരത്തിയെടുക്കുന്നത് അങ്ങനെയാക്കാം. എങ്ങനെ ഓരോരുത്തർ ചെറുതാക്കി അരിക്കണം എന്നാണുള്ളൂ. ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ആക്കി നമുക്ക് തീർത്തെടുക്കാം. ഇത് ചിലരൊക്കെ നമ്മൾ തേങ്ങാക്കൊത്ത് അപ്പത്തിലൊക്കെ ഇടുക, മുറിച്ചിടൂല. അത് ഇട്ടിട്ട് ഇതപ്പം ഇങ്ങനെ കറക്കി എടുത്തിട്ട് അതും കൂട്ടി തേങ്ങാക്കൊത്ത് കടിക്കുവാനാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ഇതിന് വേണ്ട മൈദ ചേർത്തെടുക്കാം. അതെന്നോട് വിട്ടുപോയിക്ക്. ഇതിന് വേണ്ട മൈദ നമുക്ക് ചേർത്തെടുക്കാം. മൈദയും ഉപ്പും കൂട്ടി ഒന്ന് കലക്കിയെടുക്കാം. ഇത്രയാണ് വേണ്ടു. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയാണ് മൈദ വേണ്ടു. ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. മധുരം ഈത്തപ്പഴത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇതിൽ മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത് നമുക്ക് ഓരോന്ന് ഇതിലെടുത്തിട്ട് മുക്കി വെച്ച് കോരിയിട്ട് കൊടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിലും എടുത്തിടാം, സ്പൂൺ കൊണ്ട്, അങ്ങനെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത്. കൈ കൊണ്ട് എടുത്തിടുമ്പോൾ ഒന്ന് പൊളിഞ്ഞു പോകുമെന്ന് അറിയില്ല. ഞാൻ സ്പൂൺ കൊണ്ടാണ് കോരിയിടാറ്. ഇത് തേങ്ങയൊക്കെ കടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ഇത് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്ന് സ്പൂൺ കൊണ്ടിങ്ങനെ കോരി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇതിലേക്ക് നമുക്ക് കോരി ഇട്ട് കൊടുക്കാം. ഇത് ഈത്തപ്പഴം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതിനൊരു സമയമൊന്നും വേണ്ട. ഒരു തേങ്ങ ചിരകുന്നതും വെളിച്ചെണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുന്ന സമയം വേണ്ടു. ഈത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് അനങ്ങും വിരുന്നൊക്കെ വന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതിനൊരുപാട് സമയമൊന്നും ഇല്ല. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് ഒന്നാണ്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് തേങ്ങയൊക്കെ കടിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുത്ത് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം റെഡിയായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് കമൻ്റ് അറിയിക്കണം. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഫാമിലിക്ക്
എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.